ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് പാലക്കാട് ഫ്ലവർ ഷോയിലാട്ടോ. പാലക്കാട് വിസിറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് ഫ്ലവർ ഷോക്ക് തന്നെയാണ്. 2 ദിവസം മുമ്പുള്ള ഇത് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ രണ്ടാളും ഏകദേശം സെയിം ആയിരുന്നു. അവിടുത്തെ വ്യൂവേഴ്സൊക്കെ ഒന്ന് കാണിച്ചു തന്നതാട്ടോ. ഇതാ ടിക്കറ്റ് കൗണ്ടർ കാണണേ, ഇനി വെറൈറ്റി ആട്ടോ. ഫസ്റ്റ് കണ്ടത് നൈറ്റ് ഹൗസ് ആണേ. നൈറ്റ് ഹൗസ് സൂപ്പറായിരുന്നു. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയ ആർച്ചും ലൗസും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ. പല തീമായാണ്ട് ഇത് കൊടുത്തിട്ടുള്ളത്. 1 by 1 ആയാണ്ടോ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ആർച്ചിൻ്റെ ഉള്ളിലേക്കും പോകാൻ പറ്റും. കുഞ്ഞു വീടുകളും പിന്നെ ഒരു പ്രിൻസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഒരു മിനി വാട്ടർഫാളാണ്. പിന്നെ ഞങ്ങൾ പോയത് ഒരു വമ്പൻ സ്ഥലത്താണ്. ഇതാട്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വണ്ടും ബട്ടർഫ്ലൈസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മനുഷ്യനിർമ്മിത വാട്ടർഫാൾ. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പേര്. ഇത് കാണാൻ തന്നെ ഭയങ്കര അടിപൊളിയാണ്. ആർട്ടിഫിഷ്യൽ ആണെന്ന് തന്നെ തോന്നൂല. ഇതിൽ ഇത്തിരിയൊക്കെ നമുക്ക് കയറാനും പറ്റും. ആ സ്റ്റോണുമ്മ ചവിട്ടി കയറാനും പറ്റും കേട്ടോ. ഈ പാലക്കാടിനെ ഞാൻ ഈ ഒരു ഷോട്ടിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ക്ലിയർ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറം വേറൊരു വാട്ടർഫാളും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വെള്ളം ഇങ്ങനെ തെറിക്കും. നല്ലൊരു ഹെവൻ ലുക്കാട്ടോ ഉണ്ടാവുക. അവിടെ നിന്ന് അങ്ങോട്ട് പോരാനേ തോന്നിയിട്ടില്ലായിരുന്നു. DJ അമ്യൂസ്മെൻറ്റ് എന്നൊക്കെ എഴുതിയാണ്ട്. വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ തണുത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ സ്റ്റോണുമ്മ ചവിട്ടി ഇങ്ങനെ കയറി കേട്ടോ. ഞാൻ കുറച്ച് കയറിയപ്പോൾ തന്നെ ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. മെയ്സുവിന് എന്തായാലും നല്ലോണം ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലൊക്കെ പോയിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. ഇപ്പം നേരെയാണ് ഓപ്പൺ ആയതും. പിന്നെ ഇതാ ഈ വെറൈറ്റി റോബോട്ടിനെ കണ്ടു കേട്ടോ. ഇത് ഭയങ്കര ഇതിക്ക് ഫൺ ആക്ടിവിറ്റിയാണിത്. ഇതങ്ങനെ കൈ അത് തരും. അപ്പോൾ കൈ തരുമ്പോൾ അതാണ് വീഴും കേട്ടോ. വീണ അതങ്ങനെ നീക്കുകയും ചെയ്യും. പല ആക്ഷൻസും അത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരാളും ഉണ്ട്, റിമോട്ട് പിടിച്ചാണ്ട്. അതിലൂടെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. കൈയൊക്കെ കൂപ്പാണ്ടൊക്കെ അത് നിന്നിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് പോരുന്ന വഴിയിൽ എൻ്റെ വീട് ഞാൻ കണ്ടു. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. അത് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.